വയനാട് ദുരന്തം പ്രമാണിച്ച് മുഖ്യമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് തർമ്മണം ചേരുകയാണ് നമുക്കൊപ്പം. പറയൂ ദീപക്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അടിയന്തരമായി എന്ത് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വരാൻ പോകുന്നത്? സൂചന. SKN മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് മന്ത്രിതല ഉപസമിതി, അതായത് വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മാലങ്ക മന്ത്രിതല ഉപസമിതിയുണ്ട്. മന്ത്രിതല ഉപസമിതിയുടെ അടിയന്തര ഓൺലൈൻ യോഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്തത്. 11 മണിക്കാണ് യോഗം. യോഗത്തിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചീഫ് സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വയനാട് ജില്ലാ കലക്ടറെയും ചിലപ്പോൾ അതിൽ ക്ഷണിതാവായി യോഗത്തിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വിളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മൃതദേഹങ്ങളുടെ സംസ്കരണം, അതുപോലെ തന്നെ റിക്കവറി, പിന്നീട് പുനരധിവാസം, ഈ 3 കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ യോഗം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുനരധിവാസത്തിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റവന്യൂ ലാൻഡ് കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. രണ്ടാമത്തത് ഈ രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനം, അതുപോലെ ദുരിതാശ്വാസം, ഇതിലെല്ലാം തന്നെ കൃത്യമായ ഏകീകരണവും ക്രമീകരണവും ഉണ്ടാക്കുക. കാരണം ചിലർ ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നു, ചിലർ പണം പിരിവ് നടത്തുന്നു, ചിലർ ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ, സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ ഉൾപ്പെടെ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഏകീകൃത സ്വഭാവത്തിൽ കൂട്ടായ്മ ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി കൂടിയാണ് ഇന്നത്തെ യോഗമെന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ മന്ത്രിതല ഉപസമിതിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ വനം മന്ത്രി AK ശശീന്ദ്രൻ, വയനാടിൽ നിന്നുള്ള പട്ടികവർഗ വികസന മന്ത്രി OR കേളു, അതുപോലെ മന്ത്രി മുഹമ്മദ് റിയാസ്, PWD ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്, ഇവർ പങ്കെടുക്കും. ഇതുകൂടാതെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും യോഗത്തിലെ പ്രധാന അജണ്ട റിക്കവറി, അതുപോലെ ക്രിമിയേഷൻ, സംസ്കരണം, പിന്നീട് പുനരധിവാസം, ഈ 3 അജണ്ടകളിൽ കേന്ദ്രീകരിച്ചായിരിക്കും മുഖ്യമന്ത്രിയുടെ അടിയന്തര യോഗം. SKN. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ദീപക് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, തിരിച്ചറിയാത്ത മൃതദേഹങ്ങളെല്ലാം സംസ്കരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. 28 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ബാക്കിയുണ്ട്. അത് ഇന്നുകൂടി ആളുകളെ കാണിക്കാൻ അവസരം കൊടുക്കുമെന്നാണ് നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ അല്പം മുമ്പ് ദീപക് തർമ്മണത്തിനോട് പറഞ്ഞത്.